ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ അനാമികയെ തേച്ച് ഒട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തേച്ച് ഒട്ടിച്ച് നമ്മുടെ അനാമിക ചമ്മിനാറി വിളറി വെളുത്ത് നിൽക്കുന്ന ഒരു സീനല്ലേ നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. മുത്തശ്ശിയുടെ മുമ്പിൽ വലിയ ആളാകാന്ന് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു നേരമല്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നേ ഇല്ല, വല്യമ്മ ഏതായാലും വരട്ടെ, വല്യമ്മയ്ക്ക് ഭേദമാകണമല്ലോ, അതുകൊണ്ട് ഒരു നേരം പോലും ഞാൻ ആഹാരം കഴിക്കില്ല, ഫ്രൂട്ട്സോ പച്ചവെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വീമ്പൊക്കെ ഇളക്കി. അപ്പം നിന്ന് ആ ഒരു സമയത്താണ് നമ്മുടെ നവ്യ നല്ല തക് ഡയലോഗ് ഇറക്കിയതും മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ അനാമികയെ തേച്ചങ്ങ് നൈസായിട്ട് ഒട്ടിച്ചതും. ഏതായാലും മുത്തശ്ശിയും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ചോദിച്ചു, എന്താടി നീ വിചാരിച്ചത്? നീ ഓർത്തോ മുത്തശ്ശിനെയും ചാക്കിലാക്കാന്ന്? നീ ഒരിക്കലും വ്രതം ഒന്നും മനസ്സറിഞ്ഞെടുക്കാൻ പോകുന്നില്ലടി. എനിക്കറിയാം, നീയെ എന്റെ നയനയുടെ അടുത്ത് പോലും എത്തില്ല. നയനയെ ഇവിടെ ഉള്ളവരെല്ലാവരും സ്നേഹിക്കുന്നത് കണ്ടിട്ട് നിനക്ക് കുശുമ്പല്ലടി എന്ന് ചോദിച്ചപ്പം, കുശുമ്പ് എനിക്ക് എന്തിനാടി? നിങ്ങളെ കണ്ടിട്ട് കുശുമ്പ്? എനിക്ക് ഒരു കുശുമ്പും ഇല്ല. നിങ്ങളെ കണ്ടിട്ട് കുശുമ്പ് വരേണ്ട കാര്യമില്ല. കാരണം എനിക്ക് എന്റെ അച്ഛനും അമ്മയും വേണ്ടുവോളം സ്വത്തും ഒക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ദാരിദ്ര്യം പിടിച്ചു കിടന്ന നീയൊക്കെ അല്ലേ ഇങ്ങോട്ടേക്ക് അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് വലിഞ്ഞു കയറി വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു, എടി മിണ്ടിപ്പോകരുത്. ഇനി അർഹതയില്ലാത്തവള് എന്ന് എന്നെയോ എന്റെ അനിയത്തിയോ നീ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെകിടുണ്ടല്ലോ, ഇന്നലെ ഞാൻ നിന്റെ ചെകിട് അടിച്ച് പൊട്ടിക്കണം എന്ന് ഓർത്താ. ഇനി നിന്റെ ചെകിടത്ത് എന്റെ ഈ 5 വിരൽ പതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അഭി അവിടെ നിൽപ്പുണ്ടല്ലോ. അഭിയോട് അനാമിക പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട്, ഭാര്യ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു പോങ്ങനെ പോലെ കേട്ട് നിൽക്കുകയാണോ എന്നിങ്ങനെ അഭിയോട് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, ഓ പോങ്ങനെ പോലെ എന്ന് നീ പറയാതെ, പോങ്ങൻ എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. രണ്ടുപേരും ചേരും. ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തില് അഭിക്ക് ചേരേണ്ടത് ഇവളായിരുന്നു. നിങ്ങൾ രണ്ടും ചേരുവായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അത് നന്നായിട്ട് അങ്ങ് പോയേരെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അഭി പറഞ്ഞു, ദേവ്യെ നീ കൂടുതൽ ഡയലോഗ് ഒന്നും ഇറക്കണ്ട. അല്ല, നീ ആരുടെ മെക്കിട്ടാ ഈ കയറുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അനാമിക പറയുന്നതിൽ എന്ത് തെറ്റാടി ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഓ പിന്നെ അനാമിക പറയുന്നത് ശരിയാക്കിക്കൊണ്ട് നടക്കാനാണെങ്കിലേ അത് നീ അങ്ങ് ശരിയാക്കിക്കൊണ്ട് നടന്നാൽ മതി. എന്നെ കൂടുതൽ ശരിയാക്കാനും പഠിപ്പിക്കാനും ഇങ്ങോട്ടേക്ക് വരണ്ട. കേട്ടല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും കേൾക്കും. അതിന് കാരണമുണ്ട്. നയനയുടെ ചേച്ചി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഇവിടെ നീ പറയുന്ന കാര്യങ്ങളെക്കാൾ വിലയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇവിടെ നിന്നാ കൊള്ളാം. ഞാനോ എന്റെ അനിയത്തി ഈ വീട്ടിന്റെ പടിയിറങ്ങാൻ പോകുന്നില്ല. ചിലപ്പോൾ പടിയിറങ്ങാൻ പോകുന്നത് ആരായിരിക്കും അറിയാമോ? നീ തന്നെ ആയിരിക്കും. ഇനി ഒരിക്കലും എന്റെ ചേച്ചിനെ ഇവിടെ ഉള്ളവരാരും വെറുക്കില്ല. ഇപ്പൊ ഒരാള് വെറുത്ത് നിൽപ്പുണ്ടല്ലോ, ആദർശേട്ടന്റെ അമ്മ. ആ ആദർശേട്ടന്റെ അമ്മ വരെ എന്റെ അനിയത്തിനെ സ്നേഹിക്കുന്ന ഒരു നിമിഷം വരും. ആ നിമിഷത്തിന് വേണ്ടിയേ നീ വിരലുകളിൽ എണ്ണി കാത്തിരുന്നോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയിട്ടോ. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അനാമികയാണല്ലോ ഉള്ളത്. അപ്പൊ അഭിയോട് പറഞ്ഞു, കണ്ടില്ലേ അഭിയേട്ടാ, അവളുടെ അഹങ്കാരം ചില്ലറ അഹങ്കാരമാണോ? ഒന്നുമില്ലാത്ത, ഒരു വകയും ഇല്ലാത്തടത്ത് നിന്ന് കയറി വന്നിട്ട് അവളുടെ നാക്ക് കിടക്കുന്നത് കണ്ടില്ലേ? ഈ നാക്ക് വരുന്നത് ആര് കാരണമെന്നറിയാമോ? ഇവിടുത്തെ 2 പേര്, ഇവിടത്തെ വലിയ ആളാന്ന് നടക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും. അവരെ ഒതുക്കാതെ ഇതൊരു നടക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തീർത്ത് കളയണം ആ കിളവൻ ജീവിച്ചിരുന്ന ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മാറിപ്പോയിട്ടോ. ഏതായാലും അഭി ഇതൊന്നും കേട്ടില്ല, ബാക്കി കാര്യം മനസ്സിലാണ് പറഞ്ഞത്. ഏതായാലും മാറിപ്പോയി നേരെ രേവതിനെയും വേണീനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കും. ഇവിടെ എന്ത് നടന്നാലും ഇവിടെ എന്താ മുള്ളിയ തീർച്ച വരെ ചെന്ന് പറയുന്നത് ആരുടെ അടുത്താണ്? നമ്മുടെ വേണുവിന്റെ രേവതിയുടെ അടുത്താണ്. അങ്ങനെ വീണ്ടും രേവതിനെ വിളിച്ച് ഓരോ പരാതിയും പരിഭവവും ഒക്കെ പറയാണ് കേട്ടോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധിക കാലം എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ കിളവനുണ്ടല്ലോ, ആ തലയെടുപ്പുള്ള കാർന്നോരെ കൊല്ലണം, അങ്ങനെ ചാവാതെ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല എന്ന് പറയുകയാണ്. മുത്തച്ഛനെ കൊല്ലാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ നമ്മുടെ വേണു ഇനിയിപ്പോ അടുത്തത് പുറമെ കൊണ്ടുവരും കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനിയെ തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതിനൊരു സ്ട്രെച്ചറിലൊക്കെ വെച്ച് കിടത്തിയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് റൂമിലേക്കൊക്കെ കിടത്തുകയാണ്. റൂമിലേക്ക് കിടത്തി ആ ഒരു സമയത്ത് ആ ഒരു നിമിഷം തന്നെ നമ്മുടെ അനാമിക വരിക. അപ്പൊ അനാമിക വന്നിട്ട്, അയ്യോ വല്യമ്മേനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയാമോ? എല്ലാ ദിവസവും പൂജാമുറി കയറി
തിരികൊളുത്തി ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. ഞാൻ പിന്നെ എല്ലാവരും കാണിക്കൊന്നും ചെയ്യില്ല വല്യമ്മേ. ഞാൻ ആരും കാണാതെ ഇതൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാതെ ആ നയന കാണിക്കുന്ന പോലെ എല്ലാവരുടെയും മുമ്പിൽ പ്രഹസനം ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റില്ല. ഏതായാലും എന്റെ വല്യമ്മ വന്നല്ലോ. ഒരുപാട് സങ്കടമാണ് എനിക്കിവിടെ. സങ്കടം മാത്രമേ ഉള്ളൂ. വല്യമ്മ പോയതിൽ പിന്നെ എന്തോ മനസ്സിനൊരു ആശ്വാസം ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതിന് അവളിവിടെ ഇല്ലല്ലോ മോളെ, ആ നയന അവളിവിടെ ഇല്ലാത്തതിന്റെ ആശ്വാസം മോൾക്ക് കിട്ടൂലോ. ഇവിടെ കേറി വന്നപ്പോ തന്നെ അവൾ ഇല്ലാത്തോണ്ട് എന്തോ ഒരു ഐശ്വര്യം എനിക്ക് തോന്നുക. അവളിവിടെ ഇല്ല, പക്ഷെ അവളുടെ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. എന്നെ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? അബിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അതിനോടൊപ്പം തന്നെ മുത്തശ്ശിക്കും അത്രയും കൂടി സ്നേഹമില്ല. മുത്തശ്ശി കൈ നിറയെ സ്വർണവും പണവും വീടും സ്ഥലവും ഒക്കെ ആണല്ലോ അവക്ക് കൊണ്ട് കൊടുക്കണത്. ഇതെന്തിനാണെന്ന് എനിക്ക് അറിയില്ല. എന്നെ കാണിക്കാൻ വേണ്ടിയാണോ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോവാ. ഈ പണവോ സ്വത്തോ പ്രതാപമോ ഒന്നും എനിക്ക് ആവശ്യമില്ല. അതൊന്നും മോഹിച്ചിട്ടല്ല ഞാൻ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്നത്. അതൊക്കെ മോഹിച്ചിട്ട് വന്നത് ആ നവ്വി നയനും അല്ലേ. എങ്കിലും സ്നേഹം, ഒരു ഇച്ചിരി സ്നേഹം അതെനിക്ക് തന്നുകൂടെ? ഞാൻ എന്ത് തെറ്റാ വല്യമ്മ ചെയ്തത്? വല്യമ്മ ഈ കിടക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എങ്ങനെയാ പറയാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ജാനകി പറഞ്ഞു, അതെ, എന്റെ മോൾക്ക് ഒരുപാട് സങ്കടമാ. എന്റെ മോളല്ല, നമ്മുടെ മോൾക്ക് ഒരുപാട് സങ്കടമാ. ഇവളെ മാറ്റി നിർത്തിയിട്ടാ, ഇത്രയും നല്ലൊരു മനസ്സുള്ള മോളെ മാറ്റി നിർത്തിയിട്ടാ ഇപ്പൊ കെട്ടിപ്പോയേക്കുന്ന ആ നയനയുടെ പുറകെ ഇവിടെ ഉള്ളവരൊക്കെ നടക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് അറിയില്ലേ ഏടത്തി. പാവം എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുക. മുത്തശ്ശനും മുത്തശ്ശി എന്ന് പറഞ്ഞത് ജാനകി പറയുന്ന അച്ഛനും അമ്മയെന്നാണ് കേട്ടോ. അച്ഛനും അമ്മയും ഒരുപാട് എന്റെ മോളെ വേദനിപ്പിക്കുന്നുണ്ട്. അല്ല, എന്റെ മോളെ സ്നേഹിക്കണ്ട, പക്ഷെ അവളെ സ്നേഹിച്ചോട്ടെ. നയനെ സ്നേഹിക്കണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി എന്റെ മോള് കാണാതെ ചെയ്തൂടെ? ഏതായാലും അവൾ ഇവിടെ ഇല്ലാത്തതൊരു ആശ്വാസം തന്നെയാ ഏടത്തി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അവള് പോയേക്കാണല്ലോ. അവള് സുഖിക്കാനായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കാണല്ലോ. ഞാൻ പറഞ്ഞ ഒരു അവസരം അവള് അത് മുതലെടുക്കുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നമാണെന്ന് അറിയാം. അപ്പൊ ജലജയും വന്ന് പറയാം, ഇനി ഇങ്ങോട്ടേക്ക് അങ്ങാടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജോലി കൂടൂലോ, ജോലി ഭാരം. അതുപോലെ ഇടത്തിന് അവള് നോക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ടാ ഇപ്പം അവൾ ഇങ്ങോട്ടേക്ക് വരാത്തത്. അവൾ ഇങ്ങോട്ടേക്ക് ജോലി ഭാരം കൂടിയാലും അവൾ ഇങ്ങോട്ടേക്ക് വരാത്തത് തന്നെ ഏടത്തി നല്ലത്. ഇവിടുത്തെ പണിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തോളാം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ അവൾ ഇങ്ങോട്ട് വരണ്ട. അവൾ വരാതിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഇതിനു ശേഷം കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പം ആദർശ് നേരെ നയനയെ കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പൊ നയനയെ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയാണ്. അമ്മേനെ കൊണ്ടുവന്നെന്നും ഡിസ്ചാർജ് ചെയ്തിട്ട് കൊണ്ടുവന്നെന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ നയന് ചോദിക്കുന്നുണ്ട്, ഇനി അമ്മേനെ ആരാ നോക്കണത്? അവിടെ നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഞാനിപ്പോ വീട്ടിലേക്ക് വേണമെങ്കിൽ വരാം, എനിക്കിപ്പോ നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അമ്മേനെ ആരെങ്കിലും വേണമല്ലോ നോക്കാന്ന് പറയുമ്പോ, അങ്ങനെ നീ ഇപ്പൊ വരേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ നീ അങ്ങോട്ടേക്ക് വന്നാല് റെസ്റ്റ് എടുക്കാതെ നീ പണി ചെയ്യും. ഇപ്പൊ അമ്മയുടെ കണ്ടീഷൻ പോലെ തന്നെ ആ ഒരു അവസ്ഥ തന്നെയാണ് നിനക്കും. അത് നീ മറന്നു പോകരുത്. ആ കണ്ടീഷനൊക്കെ ശരിയായിട്ട് വന്നാൽ മതി. പിന്നെ എന്റെ അമ്മയുടെ സ്വഭാവം മാറുന്ന മട്ടില്ല. അമ്മ ഒരിക്കലും നന്നാവില്ല. ഇന്ന് വന്നപ്പോഴും നിന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നീ ആ വീട്ടിലില്ലാത്തത് എന്തോ വലിയ സമാധാനമാണെന്നോ, നീ ആ വീട്ടിലുണ്ടെങ്കിൽ അമ്മയ്ക്ക് സമാധാനക്കേടാണെന്നോ എന്നൊക്കെയാ പറയുന്നത്. അന്ന് വെച്ച് നീ ആ വീട്ടിലേക്ക് വരാതിരിക്കാൻ പാടില്ല. നീ ആ വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യണം. കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ. ഇനി നീ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് അമ്മ എല്ലാം അറിയണം. അമ്മ പതുക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അയ്യോ, ഒരിക്കലും ഞാൻ ആ കരള് കൊടുത്തതെന്ന് ഒരിക്കലും ആദർശേട്ടൻ പറയരുത്. ഇനിയിപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനാ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അനാമികയുടെ കാര്യം പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അപ്പച്ചിയും അനാമികയും ഇപ്പൊ ഒറ്റക്കെട്ട. രണ്ടുപേരും സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് ഒറ്റക്കെട്ടാകൂല്ലോ. കാരണം ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അപ്പച്ചിയും അനാമികയും. അവളുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും അപ്പച്ചിയും കൂട്ടു നിൽക്കും, അതുപോലെ അഭിയും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് സീരിയസ് തന്നെയാണ്. അതിനോടൊപ്പം എന്തിനാണെന്ന് അറിയില്ല ഇളയമ്മ അവരോടൊപ്പം കൂടിയത്. ഇളയമ്മയ്ക്ക് ഒരുപാട് മാറ്റം വന്നു. ഇളയമ്മ ആദ്യം നിന്നെ സ്നേഹിച്ചല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന് പറഞ്ഞു, ആ മാറ്റത്തിന് കാരണം വേറെ ആരുമല്ല, അനി തന്നെയാ. അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരിക്കലും അവരെ അംഗീകരിക്കില്ല. അതുകൊണ്ടാ ഇളയമ്മ എന്നെ വെറുത്തു തുടങ്ങിയത്. ഏതായാലും ഇളയമ്മ വെറുത്തു, എന്റെ അമ്മായിയമ്മ വെറുത്തു, അതുപോലെ ഓരോരുത്തര് വെറുക്കുക. ഇനിയിപ്പം ആദർശേട്ടനും
ഇനി അങ്ങനെയൊന്നും പറയൊന്നും അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കരുത് മോളെ എന്നിങ്ങനെ കനകദുർഗ പറഞ്ഞിട്ട് ആദർശ് മോൻ നിന്നെ വെറുക്കാനോ? ഒരിക്കലും ആദർശ് മോൻ നിന്നെ വെറുക്കില്ല. ഇനിയിപ്പോ ഈ അച്ഛനും അമ്മയും തന്നെ നിന്നെ വെറുത്താലും ആദർശ് മോൻ നിന്നെ വെറുക്കില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. കനകദുർഗയും ഗോവിന്ദനും പറയുന്നുണ്ട്. ആദർശിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഏതായാലും ആദർശിന് ഇനി ഒരിക്കലും നമ്മുടെ നയനയെ വെറുക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. ഏതായാലും നമ്മുടെ നയനയെ 2-3 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് തന്നെ കൊണ്ടു ചെല്ലണം എന്ന് തന്നെയാണ് മുത്തച്ഛന്റെ തീരുമാനം. ഇനിയിപ്പം ഇവിടെ വെച്ചോണ്ടിരിക്കണ്ട. ഇനിയിപ്പം മകരവിളക്കാകാറായി, അവര് ശബരിമലയ്ക്ക് പോയിട്ട് വരാറായി. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇനി തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. അപ്പൊ ആ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പൊ ദേവയാനിയുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പോത്തിനോട് വേദം ഓതുന്ന പോലെ ചെന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. പോത്തിനോട് എത്ര വേദം ഓതിയിട്ടും കാര്യമില്ലെന്ന് അറിയാം. പക്ഷെ ഈ പോത്തിനോട് വേദം ഓതിയ കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ദേവയാനി പോത്തിനോട് വേദം ഓതിയ കാര്യമുണ്ട്. അത് പ്രത്യേകിച്ച് അനാമിക. അപ്പൊ അനാമിക ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് മുത്തശ്ശൻ കയറി വന്നിട്ട് ഇവിടെ എന്താ ഒരു ചർച്ച എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും ജലജയൊക്കെ ഉണ്ട്. അപ്പം ജലജയൊക്കെ പറഞ്ഞു, അവളില്ലാത്തതിന്റെ ആശ്വാസം ഏടത്തിക്ക് ഉണ്ടെന്ന് പറയായിരുന്നു. അല്ല, ഏടത്തിക്കില്ലാത്ത സ്നേഹം എന്തിനാ അച്ഛനും അമ്മയും അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ജലജെ നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ? നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലേ നിന്റെ മുഖത്ത് ഇനി എന്റെ 5 വിരൽ പതിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഞങ്ങൾ ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങളാ. അതുമല്ല, അർഹതയുള്ളവർക്ക് സ്നേഹം കൊടുക്കും. പിന്നെ നയനമോളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന കൂട്ടിക്കോ. നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം, അവൾ എന്തോ പുണ്യപ്രവൃത്തി ചെയ്തു എന്നൊക്കെ. അവൾ എന്ത് പുണ്യപ്രവൃത്തിയാ ചെയ്തത്? അവള് ഈ വീടിന് വേണ്ടി ഒരു പുണ്യപ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നയനമോളെ ഇങ്ങോട്ടേക്ക് വരുത്തരുത് എന്ന് ആർക്കെങ്കിലും മനസ്സിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേരെ. അതിനെക്കുറിച്ച് ഓർത്ത് ആരും ഇവിടെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നയനമോൾ ഇവിടെ വന്നിരിക്കും. ഇനി നയനമോളുടെ അച്ഛനും അമ്മയും അവളെ വിടാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ അവളുടെ കാല് പിടിച്ചാണെങ്കിലും കൈ പിടിച്ചാണെങ്കിലും ഞാൻ നയനമോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും. നയനമോളെ ഈ വീട്ടിന്റെ ഐശ്വര്യ, ഈ വീട്ടിന്റെ നിലവിളക്ക, ഈ വീട്ടിലെ മഹാലക്ഷ്മിയാ. അതൊക്കെ അറിയണമെങ്കിലേ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കിടപ്പുണ്ട്. അതൊക്കെ പതിയെ ഇവിടെ ഓരോരുത്തർ അറിഞ്ഞോളും. ദേവയാനി, നീ ഇപ്പം അകറ്റി നിർത്തുന്ന നിന്റെ മരുമകളുണ്ടല്ലോ, നീ മരുമകള് അംഗീകരിക്കാത്ത നിന്റെ മരുമകള്, അവളുടെ വിശാലമായ മനസ്സ് നീ അറിയണില്ല. എന്ത് വിശാലമായ മനസ്സുണ്ടെന്നാ അച്ഛൻ ഈ പറയുന്നത്. എല്ലാവരും പറഞ്ഞു അച്ഛനവക്ക് എന്തൊക്കെയോ സ്വർണങ്ങൾ കൊടുത്തെന്നോ എന്തോ വീട് മേടിച്ചു കൊടുത്തെന്നോ എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഒരു ഉപകാരവും ഇല്ലാത്ത അവക്ക് വേണ്ടി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അവളെന്താ വല്ല ദൈവമാണോ? അല്ല, ദൈവങ്ങൾക്കാണല്ലോ ഇങ്ങനെ കാണിക്കയായിട്ട് ഓരോന്ന് കൊടുക്കുന്നത്. ഇതിപ്പോ അതുപോലെ എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പോ ദേവയാനി, നീ മിണ്ടരുത്, നീ വയ്യാണ്ട് കിടക്കാണ് അറിയാലോ. ഈ അവസ്ഥയിലും നീ ഇങ്ങനെ പറഞ്ഞാല് ദൈവം നിന്നെ കണ്ണിക്കുത്തും. ദൈവം ഇപ്പൊ ഇവിടെ നിന്നെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു നിയോഗമുണ്ട്, അത് നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ നമ്മുടെ അനന്തമൂർത്തി പറയാണ്. ഇതൊന്നും കേട്ടിട്ട് ദേവയാനിക്ക് മനസ്സിലാവുന്നില്ല. ദേവയാനി ആണെങ്കിൽ ഇത് എന്തിന്റെ സൂക്കേട് അച്ഛനും അമ്മയ്ക്കും എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്തായിക്കോട്ടെ നമ്മുടെ അഭി കയറി വരികയാണ് കേട്ടോ. അപ്പൊ അഭി കയറി വരുന്നു. വല്യമ്മേനെ കാണാൻ വേണ്ടി അഭി കയറി അകത്തേക്ക് വന്നപ്പോഴത്തേക്കും മോനെ ഇവിടെ പോയേക്കായിരുന്നു. അല്ല, മോനെ കണ്ടില്ലല്ലോ, ഹോസ്പിറ്റലും ഇല്ലായിരുന്നല്ലോ. അത് പിന്നെ ഞാന് നയനയുടെ വീട്ടിൽ പോയേക്കായിരുന്നു. നയനയുടെ വീട്ടിലോ? എന്തിനാ മോനെ നീ നയനയുടെ വീട്ടിൽ പോകുന്നത്? നിന്റെ അമ്മ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവളെ. ഇപ്പൊ പക്ഷെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്റെ അമ്മയാ. അതെന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല? എന്തിനാ അവളുടെ വീട്ടിൽ പോകുന്നത്? നന്ദുവിനെ കാണണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? മോനും അനാമിക മോള് സുഖമായിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാ. ഇനിയും നീണ്ടു നിവർന്ന് കിടക്കല്ലേ നിങ്ങൾ ജീവിക്കാന്? പിന്നെ ഇപ്പോഴേ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടായി അത് ശരിയാവുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ കല്ലുകടി ഉണ്ടാക്കുന്നത് അനാമിക തന്നെയാണല്ലോ. പിന്നെ ഇപ്പൊ വല്യമ്മ പറഞ്ഞല്ലോ ഞാന് നന്ദുവിനെ കാണാൻ പോകുന്നെന്ന്. പക്ഷെ ഞാൻ നന്ദുവിനെ കാണാനല്ല ആ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നത് എന്റെ ഏടത്തീനെ കാണാനാ. ഏടത്തീനെ കാണാനോ? എന്തിനാ മോനെ നീ ഏടത്തീനെ കാണാൻ പോകുന്നത്? അല്ല, അവൾ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത്? എന്നെ ഇവിടെ ആൾക്കാർ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ അസുഖമായിട്ട് കിടക്കാന്ന് പറയാം. എന്താ അവള് വല്ല രോഗമായിട്ട് കിടക്കുവാണ് എന്നെ പോലെ അവളെ കാണാൻ പോകാന് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കാണ് കേട്ടോ. അപ്പൊ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. ഏതായാലും നമ്മുടെ ആദർശവും മുത്തശ്ശനും ഒക്കെ പറയുന്നുണ്ട് ദേവയാനിയുടെ അടുത്തേക്ക് നയനയെ കൊണ്ടുവരണം. നയനയെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കുവേ ദേവയാനിക്ക് ആ ഒരു പതുക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കണമല്ലോ. അപ്പം നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് നയനയെ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ട് വരും. അതിനി നമ്മുടെ ദേവയാനി കൂട്ടിക്കൊണ്ട് വരുവോ അതോ ഇനിയിപ്പം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഉടനെ തന്നെ നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് നയനെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. സത്യങ്ങൾ ഓരോന്നായി
തെളിയാൻ പോവുകയാണ്. അതിന് ഒത്തിരി കാത്തിരിപ്പൊന്നും വേണ്ട. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.